ഇവിടെ പന്നിയെ കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വെച്ചിരുന്ന കെണിയിൽപ്പെട്ടാണ് കുട്ടികൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തു എന്ന കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മറ്റ് 2 പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജിത്തു എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. പന്നിക്ക് വെച്ച കെണിയാണോ? വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെച്ചിട്ടുള്ള കെണിയായിരുന്നു. അതിൽ കറണ്ട് ഉണ്ടായിരുന്നു. ഷോക്കേറ്റ് മരിച്ചാണ്. അവർ കുളിക്കാൻ പോയ വഴിക്ക് ഷോക്കേറ്റ് മരിച്ചാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇയാൾ കൂടാതെ മരണപ്പെട്ട ജിത്തു കൂടാതെ ഇനി 2 പേർ കൂടി ഹോസ്പിറ്റലിലുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് മൊത്തം 4 പേരുണ്ടായിരുന്ന മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളതിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില ഒരാളുടെ ഗുരുതരമാണെന്ന് കേൾക്കുന്നു. മറ്റുള്ളവരുടെ താരതമ്യേന ഗുരുതരമല്ല. ഇവിടെയുള്ളത് താലൂക്ക് ആശുപത്രിയിലുള്ളത്. കുളിക്കാൻ പോയതെന്നാണോ എന്താ മനസ്സിലാക്കുന്നത്? മറ്റു വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നേ ഉള്ളൂ. മരണപ്പെട്ട ആളിനെ സംബന്ധിച്ചുള്ള കുട്ടിയെ സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള കെണിയിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രാഥമികമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വ്യക്തമാകുന്നേ സ്വാഭാവികമായിട്ട് സ്വകാര്യ വ്യക്തിയുടേതെന്നാണ് ഞങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. ഉന്മേഷ്, ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ജിത്തു എന്നുള്ള കുഞ്ഞിന്റെ മൃതദേഹം ഉള്ളത് ആശുപത്രിയിലാണ്. അവിടേക്കാണ് ഇപ്പോൾ അദ്ദേഹം വരികയും ഇതിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിത്തു 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നുള്ളതും അറിയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിഷേധമുണ്ട്. ഇവർ 4 കുട്ടികൾ കുളിക്കാനായിട്ട് പോയതായിരുന്നു. അതിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വിപിൻ സി വിജയൻ ഇപ്പോൾ നിലമ്പൂരിലുണ്ട്. അവിടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. അവിടെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. 4 പേർ ആ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിന്റെ നേതാവ്. അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം നൽകിയ ഒരു വിവരം, ഈ കുട്ടികൾ കുളിക്കാൻ പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടയിലാണ് ഈ ഒരു കുട്ടിക്ക് ഷോക്കേറ്റ് മരണം സംഭവിക്കുന്നത്. 2 കുട്ടികൾക്ക് ഷോക്കേറ്റിട്ടുണ്ട്. അതിലൊരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ അവിടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ വെച്ച കെണി എന്നുള്ള തരത്തിലാണ് അദ്ദേഹമൊക്കെ വിവരങ്ങൾ നൽകുന്നത്. അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഏതായാലും പ്രാഥമികമായി ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയാണ് അത്. അവിടെ ഇത്തരത്തിൽ വന്യമൃഗ ശല്യം അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കർഷകർ കൃഷിയിടത്തിൽ കെണികൾ സ്ഥാപിക്കാറുണ്ട്. നിയന്ത്രിത അളവിൽ വൈദ്യുതി കടത്തി വിടാറുണ്ട് വേലികളിലൂടെ. അത്തരത്തിൽ ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇനിയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. പക്ഷേ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു, ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയന്ത്രിത അളവിനപ്പുറത്തേക്ക് അവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നോ, അതെങ്ങനെയാണ് ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് മാറിയത് എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച ജിത്തു. ജിത്തുവിൻ്റെ സുഹൃത്തുക്കളും ജിത്തുവിനൊപ്പം ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ഷോക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. നിലവിൽ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഈ കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. അവിടേക്ക് ആളുകളൊക്കെ എത്തുന്നുണ്ട്.